എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയും രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യുകയാണ് കേന്ദ്ര സർക്കാരും BJP-യും എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ ആരോപണം. ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ CPI-ന്റെ ആരോപണം. നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് വീണ ടിയെ ലക്ഷ്യം വെക്കുന്നത് തന്റെ മകൾ ആയതുകൊണ്ടാണ്, അതിലൂടെ തന്നിലേക്ക് എത്തുക എന്നതാണ് ഇപ്പോൾ EDയുടെ ലക്ഷ്യം എന്നിങ്ങനെയുള്ള പ്രതികരണങ്ങൾ പുറത്തു വന്നതാണ്. അതോടൊപ്പം ഇപ്പോൾ രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ആ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലും പിണറായി വിജയനെ പിന്തുണയ്ക്കുന്ന, വീണയെ പിന്തുണയ്ക്കുന്ന സമീപനം ആണ് ഇടതുപക്ഷം CPIM സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകളിലേക്ക് തന്നെ പോകാം. എല്ലാ സന്ദർഭത്തിലും വീണയെ പറ്റി പരിചയപ്പെടുത്തുമ്പോൾ ആദ്യം പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ, ഇപ്പോഴും പറയുന്നത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ എന്ന്. ഞങ്ങളൊരു കാര്യം CPIM വളരെ വ്യക്തതയോടുകൂടി തന്നെ അന്നേ പറഞ്ഞു. വീണയുമായി ബന്ധപ്പെട്ട കമ്പനിയുടെ കാര്യത്തിൽ കൃത്യമായ തെളിവടിസ്ഥാനപ്പെടുത്തി നിയമത്തെ അടിസ്ഥാനപ്പെടുത്തി നിലപാടുകൾ സ്വീകരിച്ചു. പക്ഷെ അതിന്റെ പേരിൽ CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും, അന്നേ പറഞ്ഞത് അന്നത്തെ മുഖ്യമന്ത്രി എന്ന രീതിയിലാണ്, ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിലാണ്. സഖാവ് പിണറായി വിജയനെതിരായിട്ട് ഈ കേസ് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ കളി നടത്തുന്നത് രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തെയാണ് ഞങ്ങൾ അന്നും ഇന്നും എതിർക്കുന്നത്, ഇനിയും എതിർക്കും. ശക്തിയായ രീതിയിൽ ഞങ്ങൾ എതിർക്കും. അതുകൊണ്ടാണ് സഖാവ് പിണറായി പറഞ്ഞത് എന്റെ കൈ ശുദ്ധമാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി MS അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ്, നേരത്തെ പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി കഴിഞ്ഞു തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത് എന്ന്. ഇപ്പോഴിതാ അന്വേഷണ വലയത്തിൽ മുഹമ്മദ് റിയാസ് ഉണ്ട്, CPIM-ന്റെ തന്നെ നേതാക്കളായിട്ടുള്ള നന്ദുലാൽ ഉൾപ്പെടെയുള്ളവർ ഉണ്ട്. അവിടെയാണ് CPIM വിശദീകരണ യോഗം നടത്തിക്കൊണ്ട് ഇത് EDയുടെ രാഷ്ട്രീയമാണ് എന്ന് പറയുന്നത്. അപ്പോൾ വീണയുടെ സാമ്പത്തിക ഇടപാടുകൾക്ക്, ലേക്കർ ഇന്ത്യയുടെ സാമ്പത്തിക ഇടപാടുകൾക്ക്, അതിൽ തന്നെ ഹവാല ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന് ED സംശയം ഉന്നയിക്കുന്ന വിഷയങ്ങളിലടക്കം നിരുപാധികമായ പിന്തുണ CPIM നൽകുന്നു. അങ്ങനെയാണല്ലോ ഈ രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങളിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. തീർച്ചയായും അങ്ങനെ തന്നെ വേണം വായിച്ചെടുക്കാൻ. കാരണം ഈ പ്രസംഗം തുടങ്ങുമ്പോൾ തന്നെ MV ഗോവിന്ദൻ പറയുന്നുണ്ട്, ഒരു ഓണക്കാലമാണ്, നാടും നഗരങ്ങളുമൊക്കെ ഓണത്തിരക്കിലേക്ക് പോകുമ്പോൾ ഇത്ര പെട്ടെന്നൊരു നയവിശദീകരണ യോഗം വിളിച്ചു ചേർക്കേണ്ടി വരുന്നത് തന്നെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലാണ് എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെയുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു അസാധാരണത്വം. CPIM എത്ര വലിയ പ്രതിസന്ധിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നേരിടുന്നത് എന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാം. അദ്ദേഹം EDക്കെതിരെ രൂക്ഷമായ കടന്നാക്രമണമാണ് തൻ്റെ പ്രസംഗത്തിൽ ഉടനീളം നടത്തിയത്. പ്രത്യേകിച്ചും രാജ്യത്ത് പലയിടങ്ങളിലും കേസുകൾ ED രജിസ്റ്റർ ചെയ്യുമ്പോഴും അതിൻ്റെ 95% കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത് പ്രതിപക്ഷ പാർട്ടികളിലെ നേതാക്കളെയും പ്രധാന പ്രവർത്തകരെയും ലക്ഷ്യം വെച്ചാണെന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം ED എടുത്ത കേസുകൾ പിന്നീട് കോടതിയിലേക്കും മറ്റും പോകുമ്പോൾ നിലനിൽക്കാത്ത സാഹചര്യമുണ്ട് എന്ന് പറയുന്നു. പ്രത്യേകിച്ചും ഡൽഹി മുൻ മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിൻ്റെയും ന്യൂസ് ക്ലിക്ക് സ്ഥാപകൻ പുർക്കായസയുടെയും ഒക്കെ കേസുകൾ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം അത് പറയുന്നത്. കേരളത്തിലേക്ക് വന്നാലും ED ഇടപെട്ട കേസുകളെക്കുറിച്ചും വിശദമായി അദ്ദേഹം പറയുന്നു. പ്രത്യേകിച്ചും ഈ കരുവന്നൂർ തട്ടിപ്പ് പോലുള്ള, ബാങ്ക് തട്ടിപ്പ് പോലുള്ള കേസുകളിൽ അത് CPIM-ന്റെ നേതാക്കളെ ലക്ഷ്യം വെച്ച്, അതായത് 3 ജില്ലാ സെക്രട്ടറിമാരെയാണ് ഇതുമായി പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത്. രാധാകൃഷ്ണൻ അടക്കം അല്ലെങ്കിൽ AC മൊയ്തീൻ അടക്കമുള്ളവരെ പോലും പ്രതി ചേർക്കുന്ന അവസ്ഥയിലേക്ക് എത്തി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് ED കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എക്സാലോജിക്ക കേസുമായി ബന്ധപ്പെട്ട് വീണയുടെ കമ്പനിയും EDയും തമ്മിൽ ആണ് കേസെങ്കിൽ ആ കേസിൽ വീണ നേരിട്ട് അത് നടത്തട്ടെ അല്ലെങ്കിൽ നേരിടട്ടെ എന്ന് തന്നെയാണ് പാർട്ടിയുടെ മുമ്പത്തെയും ഇപ്പോഴത്തെയും നിലപാട്. പക്ഷേ അവർ ലക്ഷ്യം വയ്ക്കുന്നത് പിണറായി വിജയനാണ്, പാർട്ടിയുടെ പരമോന്നത സമിതിയുടെ അംഗത്തെയാണ്, മുൻ മുഖ്യമന്ത്രിയാണ്, പ്രതിപക്ഷ നേതാവിനെയാണ് എന്നൊക്കെ പറയുമ്പോൾ അത് കൃത്യമായും ED ഒരു രാഷ്ട്രീയം കളിക്കുന്നു എന്ന് തന്നെ MV ഗോവിന്ദൻ പറയുന്നു. ഈ പിണറായിക്ക് പിന്നാലെയാണ് അദ്ദേഹത്തിൻ്റെ മരുമകനും ബേപ്പൂർ MLA-യുമായ മുഹമ്മദ് റിയാസിലേക്കും CPIM-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം നിഖിലിലേക്കും നന്ദുലാലിലേക്കും ഈ റിയാസുമായി അടുപ്പമുള്ള ചില ബിസിനസ്സുകാരിലേക്കും അന്വേഷണം നീങ്ങുന്നത്. ലേക്കറിൻ്റെയുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് നേരത്തെ തന്നെ കാര്യങ്ങൾ അറിയാമായിരുന്നു. റിയാസ് അദ്ദേഹത്തിൻ്റെ സത്യവാങ്മൂലത്തിൽ അത് ഉൾക്കൊള്ളിച്ചത് ആയിരുന്നു. ഒപ്പം ഈ പാർട്ടിയിലെ ആളുകൾക്ക് അല്ലെങ്കിൽ പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ ബിസിനസ് ചെയ്യരുത് എന്നൊരു നിയമം പാർട്ടിക്കില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ സൂചിപ്പിക്കുന്ന പോലെ, അതായത് മുഹമ്മദ് റിയാസിലേക്ക് വിഷയം വരുമ്പോൾ കുറച്ചുകൂടി പാർട്ടി ഗൗരവത്തോടെ അതിനെ കാണുന്നുണ്ട് എന്നതാണ്. പക്ഷേ പാർട്ടിക്കുള്ളിൽ തന്നെ ചില അഭിപ്രായ ഭിന്നതകളുണ്ടല്ലോ.
ഇതുമായി ബന്ധപ്പെട്ട പല അണികൾക്കും പ്രവർത്തകർക്കുമൊക്കെ, അതായത് ഒരു ബിസിനസ് ഇടപാട്, ഇപ്പോൾ CPI തന്നെ ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് എന്നത് രാഷ്ട്രീയം വേറെ ബിസിനസ് വേറെ, അതിൽ ഞങ്ങൾ ഇടപെടുന്നില്ല എന്നുള്ളതാണ്, ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടതില്ല എന്നുള്ളതാണ്. അതിൽ CPIM-ന് കടുത്ത അതൃപ്തി ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാമ്പത്തികമായ ഇടപാടുകളുമായി ബന്ധപ്പെട്ടാണ് ED അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. അവിടെ രേഖകൾ ഉണ്ട് എങ്കിൽ, ഈ ഇടപാടുകളെല്ലാം കൃത്യമായി നിയമം പാലിച്ചുകൊണ്ടാണ് എങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്നത് തന്നെയാണല്ലോ സാഹചര്യം. ആ ഒരു ഉത്തരവാദിത്തം എന്തിന് പാർട്ടി ഏറ്റെടുക്കണം? നേരത്തെ മുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾക്കുണ്ടാകുന്ന ആരോപണങ്ങളിൽ പാർട്ടി പ്രതിരോധം തീർത്തിട്ടില്ല എങ്കിൽ പിന്നെ എന്തിനാണ് വീണയ്ക്ക് പ്രത്യേകമായി പ്രതിരോധം തീർക്കുന്നത് എന്ന ചോദ്യം നേരത്തെ തന്നെ ഉയരുന്നതാണ്. ഇതിനിടയിലും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പിണറായിയുടെ മകൾക്ക് കൂടി സംരക്ഷണം ഒരുക്കുക എന്ന ആ സ്റ്റാൻഡിൽ തന്നെ മുന്നോട്ട് പോകുന്നു. അതാണല്ലോ ഇപ്പോഴത്തെ പശ്ചാത്തലം. തീർച്ചയായും എക്സാലോജിക്ക കേസിൽ നിന്ന് മാറി മറ്റൊരു പുതിയ കേസിലേക്ക് നീങ്ങുന്നു എന്ന രീതിയിൽ തന്നെയാണ് CPM-ന്റെ ഒരു വിലയിരുത്തൽ ഉള്ളത്. കാരണം എക്സാലോജിക്ക കേസ് അന്വേഷിച്ചപ്പോൾ അവിടെ നിന്നും അല്ലെങ്കിൽ TV-യിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് റിയാസിലേക്കും നിഖിലേക്കുമൊക്കെ അന്വേഷണം നീങ്ങുന്നത്. നിഖിലിന് സൊളേസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം, ഒരു പരസ്യ സ്ഥാപനമുണ്ട്, ഹോർഡിങ്ങുകളും മറ്റുമൊക്കെ ഒരു സ്ഥാപനമുണ്ട്. ഒപ്പം ഈ നന്ദുലാൽ DTPC ഫെസിലിറ്റി കോർഡിനേറ്ററായി ഈ റിയാസിനൊപ്പം ഉണ്ടായിരുന്ന ആളാണ്. പിന്നീട് DYFIയുടെ മേഖല ജോയിന്റ് സെക്രട്ടറി മറ്റുമൊക്കെ ഭിന്നതകളുണ്ട്. അത് കുറച്ച് നാളുകളായി തന്നെ പുകയുന്ന ഭിന്നതകളാണ്. കോഴിക്കോട് പോലും പല നേതാക്കളും പരസ്യമായൊരു പ്രതികരണമൊന്നും നടത്താൻ ഈ വിഷയത്തിൽ തയ്യാറായിട്ടുമില്ല എന്നുള്ളതാണ് സത്യം. പ്രത്യേകിച്ചും ജില്ലാ സെക്രട്ടറി മെഹബൂബ് മാത്രമാണ് ഈ വിഷയത്തിൽ ഒരു പരസ്യ നിലപാട് പ്രഖ്യാപിച്ചത്. ഒപ്പം പാർട്ടിക്കുള്ളിൽ നേരത്തെ ചില പുറത്താക്കലുകളും ചില അഴിമതി ആരോപണങ്ങളൊക്കെ, പ്രമോദ് കോട്ടൂളിയെ പോലുള്ള ആളുകൾക്കെതിരായ നടപടികളുമൊക്കെ ഒരുപക്ഷെ ഇത്തരം ഇടപെടലുകളുമായി ബന്ധപ്പെട്ട് ചേർത്ത് വയ്ക്കണം. നിഖിൽ വളരെ പെട്ടെന്നാണ് സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്നത്. അദ്ദേഹം യുവജന സംഘടനയുടെ പ്രവർത്തനമൊക്കെ ഉള്ള ആളാണെങ്കിൽ പോലും ഇത്തരം ചില വിഷയങ്ങൾ കൂടുണ്ട്. ഇനി സമൂഹ മാധ്യമങ്ങളിൽ പോലും നമ്മൾ നോക്കിയാൽ സാധാരണ ഈ സൈബർ അണികളുണ്ട്. അവരൊക്കെ പാർട്ടിക്ക് എന്തെങ്കിലും പ്രതിരോധമുണ്ടായാൽ അല്ലെങ്കിൽ നേതാക്കളെ ആരെങ്കിലും പുകുമറയിൽ നിർത്തിയാലൊക്കെ ഇടപെടുന്നതാണ്. അത്തരം മേഖലകൾ പോലും വളരെ നിശബ്ദമായി നിൽക്കുന്നു എന്നത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രതിരോധത്തിന്റെ ഒരു കനം കൂട്ടുന്നത്. ദേശാഭിമാനിയുടെ മുഖപ്രസംഗത്തിലടക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് പരാമർശിച്ചു പോയിരുന്നു. അതിന് പിന്നാലെ മുൻ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്തി തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത് ED എന്ന് പറയുന്നു. അതിനുശേഷം ഇതാ CPIM വിശദീകരണ യോഗങ്ങളിലേക്ക് കൂടി കടന്നിരിക്കുന്നു. പിണറായി വിജയനെയും മകൾ T വീണയെയും പൂർണ്ണമായും സംരക്ഷിക്കുകയാണ് ഇപ്പോൾ CPIM ചെയ്യുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.